വാർത്ത അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ചികിത്സിക്കാനുള്ള ദൗത്യം ആരംഭിച്ചു. ദൗത്യസംഘം ആനയെ കണ്ടെത്തി. സാഹചര്യം അനുകൂലമായ ഉടൻ മയക്കുവെടി വെക്കും. വിവരങ്ങളുമായി അനീഷ് ആന്റണിയുണ്ട്. അനീഷ, മയക്കുവെടി വെച്ചു എന്ന് കേൾക്കുന്നു, പറയൂ. മയക്കുവെടി വെച്ചു എന്നാണ് നിലവിൽ ആന ഇപ്പോൾ വെറ്റിലപ്പാറ 17-ാം സമീപത്ത് ആണ് ഉള്ളത്. അവിടെ വെച്ചായിരിക്കണം ഒരുപക്ഷെ മയക്കുവെടി വെച്ചിട്ടുള്ളത്. നേരത്തെ രാവിലെ തന്നെ 7 മണിയോടെ തന്നെ ദൗത്യസംഘം ആനയെ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണങ്ങൾ നടത്തി 5 മണിയോടെ തന്നെ നടത്തി. അതിനുശേഷം ആന വെറ്റിലപ്പാറ ചീക്ലായിലേക്ക് മാറി. പിന്നീട് ചാലക്കുടി പൂഴ കടന്നു. ആനയ്ക്കൊപ്പം മറ്റൊരു കൊമ്പൻ കൂടിയുണ്ട്. ഈ 2 കൊമ്പന്മാരും, പരിക്കേറ്റ കൊമ്പനും മറ്റൊരു കൂടെയുള്ള കൊമ്പനും കൂടി പൂഴ കടന്ന് നടുവിലുള്ള തൊഴുത്തിലേക്ക് മാറി. പിന്നീട് തൊഴുത്തിൽ നിന്നും സമീപത്തെ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് മാറി. പിന്നെ ആ എണ്ണപ്പനത്തോട്ടത്തിന് സമീപത്തൂടെ പോകുന്ന റോഡിലൂടെ നടന്നു. മലയാറ്റൂർക്ക് പോകുന്ന റോഡാണ്. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിന് സമീപത്തൂടെ നടന്നു. പിന്നീട് അതിന് സമീപത്തുള്ളൊരു ചതുപ്പ് പ്രദേശമുണ്ട്. അവിടേക്ക് എത്തി. അവിടെ നിന്നും വശങ്ങളിലേക്ക് മാറി. ഇവിടെ വെച്ചാണ് മയക്കുവെടി വെച്ചെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ ആ മയക്കുവെടി വെച്ച പ്രദേശത്തേക്ക് മാധ്യമങ്ങൾക്ക് അനുമതിയില്ല പ്രവേശിക്കാനായി. മയക്കുവെടി വെച്ചു എന്നുള്ളൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ജനുവരി 24-ലാണ് ഇതിനാരെയും തന്നെ ആദ്യം മയക്കുവെടി വയ്ക്കുന്നത്. മയക്കുവെടി വെച്ച ഡോക്ടർ അനിൽ സംഘടന തങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘം ചികിത്സ നൽകി മുറിയുടെ പഴുപ്പെല്ലാം മാറ്റി ആന്റിബയോട്ടിക് ഒക്കെ നൽകി തിരികെ കാട് കയറ്റി വിട്ടാണ് പിന്നീട് ഞാൻ വീണ്ടും ഈ അതിരപ്പള്ളി മേഖലയിൽ കണ്ടെത്തുകയായിരുന്നു, ഏറ്റുപോകും മേഖലയിലൊക്കെ. പക്ഷേ ആ സമയത്ത് പരിക്ക് ഗുരുതരമായി വരികയായിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം അരുൺ സക്രിയ ഉൾപ്പെടെയുള്ള സംഘം വീണ്ടും അതിരപ്പള്ളി എത്തി ആരെ നിരീക്ഷിച്ചു നിന്ന് മനസ്സിലായത് വലിയ ഗൗരവമുള്ള പഴുപ്പിലേക്ക് കടന്നു. തലച്ചോറിലേക്ക് ഉൾപ്പെടെ ബാധിക്കാനുള്ള സാഹചര്യം കണ്ടെത്തി. മയക്കുവെടി വെച്ചാലും 30% മാത്രമാണ് ആന അതിജീവിക്കാനുള്ള സാധ്യതയുള്ളൂ, രക്ഷപ്പെടാനുള്ള സാധ്യതയുള്ളൂ എന്ന് CCF ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നീട് ഏകദേശം ഒരാഴ്ച സമയം കഴിഞ്ഞു. ഇപ്പോൾ ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ ആശങ്കയുണ്ട്. മയക്കുവെടി വെച്ചാൽ പോലും ആനയുടെ ആരോഗ്യസ്ഥിതി എന്താകുമെന്ന വലിയൊരു ആശങ്ക നിലവിലുണ്ട്. എന്തായാലും മയക്കുവെടി വെച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. തുടർ വിവരങ്ങളെല്ലാം തന്നെ വനവകുപ്പ് വെറ്ററിനറി സർജൻ അരുൺ സക്രിയ ഉൾപ്പെടെയുള്ള സംഘം തന്നെയാണ് വിശദീകരിക്കുന്നത്. മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ഇനി കുങ്കിയാനകളെ എത്തിച്ച് മറ്റു വാഹനത്തിലേക്ക് മാറ്റും. തുടർന്ന് കോടനാട്ടേക്ക് കൊണ്ടുപോകും. കോടനാട് അഭയാരണ്യത്തിൽ ഈ ആനയെ ചികിത്സിക്കാനായി ആനയെ കയറ്റി നിർത്തുന്ന ആനക്കൂട് നിർമ്മാണ ജോലികൾ കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയാക്കിയിരുന്നു. ദേവികുളത്തു നിന്നും മരങ്ങളെല്ലാം കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ള അധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു വലിയ ആനക്കൂട് തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും മയക്കുവെടി വെച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുവാനുള്ളത്. അറിയുന്ന വിവരം ഏറ്റവും ഒടുവിൽ ആനയെ മയക്കുവെടി വെച്ചു എന്ന് തന്നെയാണ്. കാളിദാസ്. അനീഷ്, ഏറെ നാളത്തെ ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത്രയും ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. ഇതിന്റെ ഇടയ്ക്ക് ചികിത്സയൊക്കെ നൽകി, പക്ഷേ അത് പിന്നെയും ഈ ഒരു മുറിവ് വ്യാപിക്കുകയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആ ഒരു വ്യാപനം അത്രത്തോളം വലുതാണ്, ആ മുറിവ് എത്രത്തോളം വലുതായെന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പോൾ മയക്കുവെടി വെച്ചിരിക്കുന്നു. ആനയുടെ ആരോഗ്യനില മോശമാണെന്നാണ് കേൾക്കുന്നത്. എങ്ങനെയാണ് ആരോഗ്യനില? കാളിദാസ്, ആനയുടെ ആരോഗ്യനില കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ്, 4-5 ദിവസം മുൻപാണ് അരുൺ സക്രിയയും എത്തി പരിശോധിച്ച് ആനയുടെ ആരോഗ്യനില വളരെ മോശമായ അവസ്ഥയിലാണെന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. പഴുപ്പ് ബാധിച്ചിട്ടുണ്ട്, മുറിവിൽ അണുബാധയുണ്ടാകും, അണുബാധ തലച്ചോറിലേക്കൊക്കെ വ്യാപിക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ടെന്ന് അന്ന് തന്നെ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞിപ്പോൾ ഏകദേശം ഒരാഴ്ച സമയമെടുത്തു. കാരണം ആനക്കൂട് ബലമില്ലാത്തതിനാൽ ആനയെ അന്ന് മയക്കുവെടി വയ്ക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും അരുൺ സക്രിയ തിരികെ വയനാട്ടിലേക്ക് പോയി. പിന്നീട് കൂട് ബലപ്പെടുന്ന നടപടികൾ പൂർത്തിയാക്കിയാണ് അരുൺ സക്രിയ കഴിഞ്ഞ ദിവസം വീണ്ടും ദൗത്യസംഘം ഉൾപ്പെടെ അതിരപ്പള്ളിയിൽ എത്തിയത്, കുങ്കിയാനകളെയും ഒക്കെ എത്തിച്ചത്. ഇപ്പോൾ എത്ര കണ്ട് ഈ ആനയുടെ മസ്തകത്തിലെ പഴുപ്പ് എത്ര കണ്ട് ബാധിച്ചിട്ടുണ്ട്, തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി ആനയെ മയങ്ങി അതിന് ശേഷം പരിശോധിച്ചാൽ മാത്രമേ വ്യക്തമാകൂ. എന്തായാലും നേരത്തെ 30% സാധ്യത രക്ഷപ്പെടാനുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അതിലും സാധ്യത കുറവായിരിക്കും. കാരണം ഒരാഴ്ചയോളം പിന്നിട്ടിട്ടുണ്ട് ഏകദേശം. എന്തായാലും അതിന് ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾ ആന ഈ മയക്കുവെടിയെ അതിജീവിക്കുമോ, അതിജീവിച്ചാൽ ചികിത്സയുടെ മറ്റു കാര്യങ്ങൾ, അതിന് മയങ്ങി കഴിഞ്ഞാൽ മാത്രമേ ആനയെ പരിശോധിക്കാനുള്ള സാധ്യതയൊക്കെ കാണാൻ പറ്റില്ല. ലാബ് ഉപയോഗിച്ച് വേണം ആനയുടെ മസ്തകത്തിന്റെ ഭാഗത്തേക്ക് കയറി നിന്ന് വേണം ഈ മുറിവ് കാര്യങ്ങളെല്ലാം പരിശോധിക്കാനും പഴുപ്പ് നീക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. അതിലും ഏറ്റവും ഉപരിയായി മയക്കുവെടി വെച്ചത് ആനയെ എത്ര കണ്ട് ബാധിച്ചെന്ന താഴാനുള്ള കരുത്ത് ആനയ്ക്കുണ്ടോ എന്നതുൾപ്പെടെ കാര്യങ്ങൾ ഇനി കണ്ടറിയണം. എന്തായാലും ആനയെ മയക്കുവെടി വെച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്.
അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ആന മഴ കഴിഞ്ഞാൽ കുങ്ങിയാന ഉപയോഗിച്ച് വാഹനത്തിലേക്ക് കയറ്റും. അതിനിടെ ആനയെ പരിശോധിക്കും. ഇതിന് ശേഷമായിരിക്കും കോടനാട് അഭയാരണ്യത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച കൂട്ടിലേക്ക് ആനയെ ഇവിടെ നിന്നും വാഹനത്തിൽ അവിടെ എത്തിച്ച് കൂട്ടിലേക്ക് മാറ്റുന്ന നടപടികൾ ഉൾപ്പെടെ പുരോഗമിക്കുക. എന്തായാലും നമുക്ക് ആനയുടെ ദൃശ്യങ്ങളിൽ കാണാം. കഴിഞ്ഞ ജനുവരിയിൽ കണ്ട ആ മുറിവിന്റെ വ്യാപ്തിയല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള ദൃശ്യങ്ങൾ നിന്ന് വ്യക്തമാകുന്നു. വലിയ ഒരു കുഴി അല്ലെങ്കിൽ വലിയൊരു ദ്വാരം തന്നെ മസ്തകത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആന സ്ഥിരമായി ചളിയും മണ്ണും വെള്ളവും ഒക്കെ ഈ മസ്തകത്തിലേക്ക് വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തുമ്പിക്കൈ കൊണ്ട്. അത്ര കണ്ട് അസഹനീയമായ പഴുപ്പും വേദനയും ഒക്കെ ആനയ്ക്ക് ഉണ്ട് എന്നുള്ള ദൃശ്യങ്ങൾ മനസ്സിലാക്കാം. എന്തായാലും മയക്കോട് വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകും. കാളിദാസ്. ആനയെ മയക്കുവെടി വെച്ചിരിക്കുന്നു. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്ക് മയക്കുവെടി വെച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ടാണ് ചികിത്സയുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അനീഷ്, ഈ ഒരു മയക്കുവെടി വെച്ചതിന് ശേഷം ആദ്യത്തെ കുറച്ച് സമയം എന്തായാലും അതിനെ നിരീക്ഷിക്കും. അതെങ്ങനെയായിരിക്കും അതിൻ്റെ ദേഹത്ത് റിയാക്ട് ചെയ്യുക, അതെങ്ങനെ ആ ഒരു മരുന്നിനോട് പ്രതിരോധിക്കും എന്നുള്ളതൊക്കെ ഏറെ നിർണായകമാണല്ലേ? തീർച്ചയായും മയക്കുവെടി വെച്ച് അതിനെ ആ മയങ്ങാനുള്ള ഡോസിനെ അതിജീവിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രാഥമികമായ വെല്ലുവിളി. കാരണം ആനയുടെ ആരോഗ്യസ്ഥിതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വലിയ പ്രതിസന്ധിയിലാണ് ആനയുടെ ആരോഗ്യസ്ഥിതി. ആ മയക്കുവെടി അതിജീവിക്കണം. മയക്കുവെടി വെച്ച മരുന്നിനെ അതിജീവിച്ച് ആനയുടെ ജീവൻ നഷ്ടപ്പെടാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. മയക്കുവെടി വിജയകരമായി ആന മയങ്ങി മറ്റ് അപകടങ്ങളിലേക്ക് പോയില്ലെങ്കിൽ ആന പകുതി 50% ദൗത്യം വിജയിച്ചു എന്ന് വേണം പറയാൻ. പിന്നീടാണ് ആനയെ ചികിത്സിക്കാനുള്ള ഘട്ടത്തിലേക്കൊക്കെ കടക്കുക. നിലവിൽ അതിന് മയങ്ങാൻ ഒരു നിശ്ചിത സമയം ആവശ്യമാണ്. ആ സമയം ആനയെ നിരീക്ഷിക്കുക എന്നതാണ് പ്രാഥമികമായി ചെയ്യാനുള്ളത്. മറ്റു കാര്യങ്ങൾ പിന്നീട് നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ നമുക്കും മാധ്യമങ്ങൾക്കും ഒക്കെ ഈ അരുൺ സക്രി ഉൾപ്പെടെയുള്ള സംഘം വെളിപ്പെടുത്തുകയുള്ളൂ. എന്തായാലും നിലവിലിപ്പോൾ ദൗത്യ സംഘം ആനയ്ക്ക് സമീപമുണ്ട്. അനീഷ്, ഇതിന്റെ ആദ്യ ഘട്ടം മുതൽ ഈ അരുൺ സക്രിയയും സംഘവും അവിടെയുണ്ട്, അല്ലെങ്കിൽ അരുൺ സക്രിയ അടക്കം നേരത്തെയും വന്ന് ചികിത്സയൊക്കെ നടത്തി പിന്നീട് വലിയൊരു സംഘം എത്തുന്നു. ഇപ്പോൾ എത്ര പേരുണ്ട്? എത്ര പേരാണ് അധികൃതരായി അവിടെയുള്ളത്? മറ്റാരൊക്കെയാണ് ആ ഒരു സ്ഥലത്ത് ഈ ആനയെ ഇപ്പോൾ നിരീക്ഷിക്കാനും അതേപോലെ തന്നെ മുന്നോട്ടുള്ള നടപടികൾക്കുമൊക്കെ ആയിട്ട് ആ പ്രദേശത്തുള്ളത്? കൈലാസ് 100-ലധികം വരുന്ന ദൗത്യ സംഘമുണ്ട്. അതിൽ അരുൺ സക്രി ഉൾപ്പെടെയുള്ള വെറ്റിനറി സർജന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, വാഴച്ചാൽ DFO ലക്ഷ്മി ഉണ്ട്, മറ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. വലിയ ഒരു ഉദ്യോഗസ്ഥ സംഘം, അതായത് RRT സംഘമുണ്ട്. വയനാട്ടിൽ നിന്നെത്തിയ അരുൺ സക്രി കഴിഞ്ഞ തവണ 50ഓളം ദൗത്യ സംഘം മാത്രം, വയനാട്ടിൽ നിന്നെത്തിയ സംഘം മാത്രം 50ഓളം ഉണ്ടായിരുന്നു. ഇത്തവണ 100-ലധികം പേർ അടങ്ങുന്ന വലിയൊരു സംഘമാണ് ഈ ആനയെ മയക്കുവെടി വെക്കാനായി ഇപ്പോൾ ആ പ്രദേശത്തുള്ളത്. മാത്രമല്ല വലിയ വാഹനങ്ങളുണ്ട്, ആംബുലൻസ് പോലുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാ സംവിധാനങ്ങളും അടക്കം 100-ലധികം വരുന്ന വലിയ അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ള സംഘമാണ് ഇപ്പോൾ ആ പ്രദേശത്തുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദൗത്യ സംഘം ഉൾപ്പെടെ ഈ പ്രദേശത്തുള്ള വെറ്റിലപ്പാറ, അതിരപ്പള്ളി മേഖലയിലുള്ള എല്ലാ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അവിടുത്തെ വാഴച്ചാൽ DFO ഉൾപ്പെടെ വലിയ ഒരു സംഘം തന്നെ ഈ പ്രദേശത്തുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഈ സംഘം മോക്ഡ്രിൽ നടത്തിയിരുന്നു. ഇന്നലെ വൈകിട്ട് തന്നെ ഈ ആനയെ പിടികൂടിയാൽ അല്ലെങ്കിൽ മയക്കുവെടി വെച്ചാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, ആനയെ പ്രതികരിച്ചാൽ എങ്ങനെ വേണം അതിനെ നേരിടാൻ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിൽ ടീം അംഗങ്ങൾക്ക് വിശദീകരണം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ മോക്ഡ്രിൽ വരെ ഇന്നലെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് രാവിലെ വനംവകുപ്പ് സംഘം ദൗത്യത്തിനായി ഇറങ്ങിയതും ഇപ്പോൾ മയക്കുവെടി വെച്ചതും. കാളിദാസ്. തീർച്ചയായും ആതിരപ്പള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്ക് മയക്കുവെടി വെച്ചിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ കുമുകിയ ആനകളെ എത്തിച്ച് കോടനാട്ടേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. അനീഷ, കോടനാടെല്ലാം സജ്ജീകരിച്ചിരിക്കുകയാണ്, സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാണ് കോടനാടല്ലേ? തീർച്ചയായും കാളിദാസ്, കോടനാടുള്ള കൂട് നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ മയക്കുവെടിക്കുള്ള സാധ്യത ഉള്ളൂ എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ ദിവസം തന്നെ കോടനാട്ടെ കൂട് നിർമ്മാണമൊക്കെ പൂർത്തിയായതിനു ശേഷമാണ് രാവിലെ ആനയെ മയക്കുവെടിക്കുള്ള ദൗത്യത്തിനായി സംഘം ഇറങ്ങിയത്. അവിടെ എല്ലാം സജ്ജീകരണങ്ങളും പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു എന്നാണ് DFO ഉൾപ്പെടെയുള്ളവർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇനി നേരെ ആനയെ മയം കഴിഞ്ഞ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കുങ്കിയാനകൾ ഉപയോഗിച്ച് വാഹനത്തിലേക്ക് കയറ്റി
മാറ്റി കോടനാട്ടേക്ക് കൊണ്ടുപോയി അവിടെ അഭയാരണ്യത്തിൽ നിർമ്മിച്ച പുതിയ കൂട്ടിലേക്ക് ആനയെ മാറ്റും. പിന്നീട് ചികിത്സ തുടരുന്നതൊക്കെ കോടനാടായിരിക്കും. ആനയെ പൂർണ്ണ ആരോഗ്യവാനാക്കി മാത്രമേ തിരികെ കാട്ടിലേക്ക് അയക്കുകയുള്ളൂ. അതിന്റെ പ്രക്രിയയെല്ലാം 1 മണിക്കൂറുകളിൽ നടക്കും. എന്തായാലും പ്രാഥമികമായി ഇപ്പോൾ ആനയെ നിരീക്ഷിക്കുകയാണ്. മയക്കുവെടി എത്ര കണ്ട് ആനയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ആനയ്ക്ക് ആരോഗ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വളരെ ആരോഗ്യവാനായി വളരെ ക്ഷീണിതനാണ്. ആരോഗ്യം വളരെ മോശമാണ്. തലയിൽ വലിയ രീതിയിലുള്ള ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാം. മയക്കുവെടിയെ അതിജീവിക്കുക എന്നുള്ളതാണ്, വിജയകരമായി ആന മയങ്ങുക എന്നുള്ളതാണ് പ്രാഥമികമായി വനവകുപ്പ് ദൗത്യസംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി. അത് വിജയിച്ചാൽ ഈ ദൗത്യത്തിന്റെ 50% വിജയിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാളിദാസ്. അനീഷ, വേറൊരു കാര്യം കൂടി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്, ഈ പരിക്കേറ്റ ആനയുടെ കൂടെ മറ്റൊരു ആനയും കൂടെ കാണുന്നുണ്ട്. ഈ ആന ഒരു വെല്ലുവിളിയാവുമോ ഈ ഒരു ചികിത്സാ ദൗത്യം തുടരാൻ? വെല്ലുവിളി മയക്കുവെടി വെച്ചില്ലായിരുന്നു ഒരു പക്ഷേ വെല്ലുവിളിയായിരുന്നു. ഒരു പക്ഷേ മയക്കുവെടി വെച്ചു എന്നുള്ള വിവരം ലഭിക്കുന്നതിനാൽ മറ്റൊരു സാധ്യത കാണുന്നില്ല. കാരണം മയക്ക് വെടിയേറ്റ ആന സ്വാഭാവികമായും മയങ്ങിയിരിക്കും. മറ്റാനയെ സമീപത്തു നിന്നും തുരത്തുക വളരെ എളുപ്പമുള്ള കാര്യമായിരിക്കും. ഈ ആന മയങ്ങിയാൽ മറ്റാനയെ തുരത്തുക എളുപ്പമായിരിക്കും. മയക്കുവെടി വെക്കുന്നതിന് മുൻപായിരുന്നെങ്കിൽ ഒരു പക്ഷേ 2 ആനകളെ തമ്മിൽ വേർതിരിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. കാരണം ഒരു കൊമ്പൻ പോകുന്നതിന് പിന്നാലെ തന്നെ പരിക്കുള്ള ആന പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത്തരം ഒരു സാധ്യത ഘട്ടത്തിലേക്ക് കടക്കാതിരുന്നത് ആനയെ വിജയകരമായി മയക്കുവെടി വയ്ക്കാൻ ആയതിനാലാണ്. കാളിദാസ്. ശരി അനീഷ, അനീഷിലേക്ക് എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ തിരിച്ചെത്താം. എന്തായാലും നിലവിലെ വാർത്ത, അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ മയക്കുവെടി വെച്ചിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ചികിത്സാ ദൗത്യങ്ങൾ എല്ലാം ആരംഭിക്കും. ആദ്യത്തെ അരമണിക്കൂറാണ് ഏറെ നിർണായകം. എത്തരത്തിലാണ് ഈ ഒരു മയക്കുവെടിയോട് അല്ലെങ്കിൽ ഈ ഒരു ഡോസിനോട് ആന പ്രതികരിക്കുക എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മുറിവേറ്റ ആനയ്ക്കൊപ്പം മറ്റൊരു ആനയും കൂടിയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മയക്കുവെടി വെച്ച സാഹചര്യത്തിൽ വലിയ വെല്ലുവിളി തീർക്കാൻ സാധ്യതയില്ല ആ ഒരു ആന എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഒരു അരമണിക്കൂറിന് ശേഷം കുങ്കി ആനകളെ എത്തിച്ച് ലോറിയിലേക്ക് കയറ്റിയ ശേഷം കോടനാട്ടേക്ക് കൊണ്ടുപോയായിരിക്കും മറ്റ് ചികിത്സാ നടപടികളെല്ലാം പുരോഗമിക്കുക. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളൊന്ന് പെട്ടെന്ന് പോയി നോക്കി വരാം. ടോപ്പ് ഹെഡ്ലൈൻസ്. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ ആനയെ മയക്കുവെടി വെച്ചു. മയക്കുവെടി വെച്ചത് വെറ്റിലപ്പാറയ്ക്ക് സമീപം. കുങ്കി ആനകളെ ആനയ്ക്കടുത്തെത്തിക്കും.